ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്പ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നുള്ള ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രഡക്ഷൻ നോക്കുകയുണ്ടായി. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കുന്നതിന് ഏറ്റവും ഡിസൈസീവ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്യാഷ് ഫ്ലോ ഡിറ്റർമിനേഷൻ. ക്ലിയർ? കാരണം ഇവിടെ ഒരു പ്രോജക്റ്റിനെ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലിനെ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റിനെ, ഒരു ബിസിനസ് പ്രോജക്റ്റിനെ നമ്മൾ വിലയിരുത്തുന്നത് അതിൻ്റെ ക്യാഷ് ഫ്ലോസിനെ കമ്പയർ ചെയ്തുകൊണ്ടാണ്. ക്ലിയർ? അതിനെ താരതമ്യം ചെയ്തുകൊണ്ടാണ്. ക്ലിയർ? അല്ലെങ്കിൽ അതിനെ വിലയിരുത്തിക്കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണ്ടി വരുന്നു? ക്യാഷ് ഫ്ലോസിനെ കുറിച്ചുള്ളൊരു കോൺസെപ്റ്റ്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമായിട്ടുണ്ട്. എന്താണ് ക്യാഷ് ഫ്ലോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നോക്കി അല്ലേ? ഒരു ബിസിനസ്സിലേക്ക് ക്യാഷ് ജനറേറ്റ് ചെയ്ത് വരാം അല്ലേ? ബിസിനസ്സിൻ്റെ പ്രവർത്തന ഫലമായി റവന്യൂവിൻ്റെ ഫോമിൽ ഒരു ബിസിനസ്സിലേക്ക് ക്യാഷ് ജനറേറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെ വരാവുന്ന ക്യാഷ് ഫ്ലോസിനെ അല്ലേ, അത് ബിസിനസ്സിലേക്ക് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് നമ്മളതിനെ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയും. ക്ലിയർ? ഇൻഫ്ലോസ്, ഉള്ളിലേക്ക് വരുന്ന ക്യാഷ്. ക്ലിയർ? അതുപോലെ തന്നെ ക്യാഷ് ഔട്ട്ഫ്ലോസ് എന്തായിരിക്കും? ബിസിനസ്സിന് പുറത്തേക്ക് പോകുന്ന ക്യാഷാണ്. ക്ലിയർ? എന്താണ് അത്? പ്രധാനമായിട്ടും ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്ന കേസസിൽ വരിക. നമുക്കറിയാം, ഒരു അസറ്റോ അല്ലെങ്കിൽ പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബിസിനസ് പർച്ചേസ് ചെയ്യുമ്പോഴോ അല്ലെ എക്യുപ്മെൻറ്റ് വാങ്ങിക്കുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ കൊടുക്കുന്ന ക്യാഷ്, ക്ലിയർ, അതിനെയാണ് ഇവിടെ നമ്മൾ എന്ത് പറയുന്നത്? ക്യാഷ് ഔട്ട്ഫ്ലോ. ക്ലിയർ? അപ്പോൾ ക്യാഷ് ഇൻഫ്ലോ ഉണ്ട്, ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ക്യാഷ് ഫ്ലോ. ക്ലിയർ? അപ്പോൾ ഇതിന് പുറമെ വേറെ ചില ക്യാഷ് ഫ്ലോ ഒന്നുകൂടെ നമ്മൾ വരാറുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ടെർമിനൽ ക്യാഷ് ഫ്ലോ എന്ന് പറയും. ക്ലിയർ? ഒരു അസറ്റ് നമ്മൾ വാങ്ങിച്ച ശേഷം, ഫിക്സഡ് അസറ്റ് വാങ്ങിച്ച് അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞ് നമ്മൾ ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ഡിസ്പോസ് ചെയ്യുന്ന അസറ്റ്സിന് അല്ലേ ഒരു ചെറിയൊരു വാല്യൂ ഉണ്ടാവും. അതിന് നമ്മൾ റെസിഡ്യുവൽ വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ അല്ലേ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാം. ഇപ്പോൾ ഇത്തരത്തിൽ കിട്ടുന്ന ഒരു സാൽവേജ് വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ, റെസിഡ്യുവൽ വാല്യൂ, ക്ലിയർ, ഇതിനെ നമ്മൾ ടെർമിനൽ ക്യാഷ് ഫ്ലോ എന്നാണ് പറയുക. കാരണം എന്താ? അത് ഒരു അസറ്റിൻ്റെ എൻഡ് ലൈഫ്, ഒരു എക്കണോമിക് ലൈഫിൻ്റെ അവസാനം നമുക്ക് കിട്ടുന്നതാണ് അല്ലേ? അത് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതാണ്. ഇത് ടെർമിനൽ ക്യാഷ് ഫ്ലോസ് ആയിട്ട് പറയും. അപ്പോൾ ഇങ്ങനെ ക്യാഷ് ഫ്ലോസ് നമുക്ക് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ എന്ന് പറയാം. ഒന്ന്, ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്, അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ക്ലിയർ? അപ്പോൾ ഈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ലിയർ, അപ്പോൾ ഒരു അസറ്റ് വാങ്ങിക്കാൻ വേണ്ടി വരുന്ന വില, അതിൻ്റെ പർച്ചേസ് പ്രൈസ്, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ അല്ലേ, അതുമായി ആൻസലറി ആയിട്ട് വരുന്ന അതിൻ്റെ ചിലവുകൾ, അതിൻ്റെ ഇൻസ്റ്റലേഷൻ്റെ ചിലവ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മളതിനെ കോസ്റ്റ് ഓഫ് മെഷീൻ എന്ന് പറയുക. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ വരുന്ന ക്യാഷ് എന്താണോ അതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കോസ്റ്റ് ഓഫ് അസറ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ. ക്ലിയർ? ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ എന്താ ആലോചിക്കണം? ഔട്ട്ഫ്ലോ ആണെന്ന് വിചാരിക്കണം. അപ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയാം, ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ എന്ന് പറയാം, അതല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. ചില സമയത്ത് ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്, അപ്പോൾ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയാം. ക്ലിയർ? ഇങ്ങനെ പല പേരിലും അറിയപ്പെടും. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ ഇതിൽ എന്തൊക്കെ വരുന്നു? പർച്ചേസ് പ്രൈസ് വരാം. ക്ലിയർ? അതുപോലെ തന്നെ അത് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇതിൻ്റെ ട്രാൻസ്പോർട്ടിങ്, ഇൻഷുറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരാം. ക്ലിയർ? ഫ്രൈറ്റ് ചാർജ് വരാം, ഇൻസ്റ്റലേഷൻ ചാർജ് വരാം. ഇങ്ങനെ ഒരു അസറ്റിനെ റെഡി ടു ഓപ്പറേറ്റിംഗ് കണ്ടീഷനിലേക്ക് മാറ്റി വരുന്ന എല്ലാ ചിലവുകളെയും നമ്മൾ കോസ്റ്റ് ഓഫ് മെഷീനായിട്ടാണ് എടുക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കോസ്റ്റാണ്, അതെല്ലാം നമ്മൾ കൊടുക്കുന്ന പേയ്മെൻ്റ് ആണ്. ക്ലിയർ? ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു പേ ക്യാഷ്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കുന്ന എല്ലാ എമൗണ്ടുകളും കൂടെ ചേർത്ത് നമ്മൾ എന്ത് പറയുന്നു? ഇനീഷ്യൽ ക്യാഷ് ഔട്ട് ഫ്ലോ അല്ലെങ്കിൽ ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ക്ലിയർ, ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാഷ് ഫ്ലോയുടെ ഒരു പ്രധാനപ്പെട്ട ടൈപ്പായിട്ട് നമുക്ക് പറയാം. ക്ലിയർ? സോ ഇറ്റ് ഈസ് എ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് ഫോർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ന്യൂ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിൻ്റെ ഇനീഷ്യലായിട്ട് വരുന്ന, ബിഗിനിങ്ങിൽ വേണ്ടി വരുന്ന എമൗണ്ടാണ്. ക്ലിയർ? ദെൻ ഇറ്റ് ഈസ് ദി ഔട്ട്ലേ ഓഫ് ദി ടോട്ടൽ ക്യാഷ് ഫ്ലോസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി ഇനീഷ്യൽ പീരീഡ് ഓർ സീറോ പീരീഡ്. ഇത് നമ്മൾ സീറോ പീരീഡ് എന്ന് പറയാൻ കാരണം എന്താ? ഇനീഷ്യൽ പീരീഡ് അല്ലേ, നമ്മൾ നേരത്തെയൊക്കെ നോക്കി ടൈം വാല്യൂ ഒക്കെ പഠിക്കുമ്പോൾ പറഞ്ഞു അല്ലേ? സീറോ എന്ന് പറഞ്ഞാൽ സീറോ പീരീഡ് മീൻസ് ഇനീഷ്യൽ പീരീഡ്, കറണ്ട് പീരീഡ് എന്നർത്ഥം. ക്ലിയർ? അപ്പോൾ അത് ഇപ്പം മുടക്കേണ്ട പൈസ ആയതുകൊണ്ട് അതിനെ സീറോ പീരീഡ് ക്ലിയർ ക്യാഷ് ഫ്ലോ ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഓക്കെ, ആൻഡ് വിൽ ബി എ ലാർജ് എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരിക. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ്, ക്ലിയർ, എന്തൊക്കെയാണല്ലേ വരിക? സോ കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ്,
കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ്സിൽ എന്തൊക്കെ വരും? പർച്ചേസ് പ്രൈസ്, ട്രാൻസ്പോർട്ടേഷൻ, ഫ്രൈറ്റ്, ക്ലിയർ. അതുപോലെ തന്നെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന മറ്റുള്ള ചിലവുകളും വരും. ദെൻ ഇൻക്ലൂഡിങ് ഇൻഷുറൻസ്, ഫ്രൈറ്റ്, ട്രാൻസ്പോർട്ടേഷൻ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഇൻസ്റ്റലേഷൻ ചാർജസ് പറഞ്ഞു. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ദി അസറ്റ്, ഒരു അസറ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം വേറെ ഏതൊക്കെയോ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ. ദെൻ ഇൻക്രീസ് ഇൻ ദ വർക്കിംഗ് ക്യാപിറ്റൽ. ക്ലിയർ. ചിലപ്പോൾ നമുക്കൊരു അസറ്റ് വാങ്ങിക്കുന്നതിൻ്റെ ഫലമായി നിലവിലുള്ള വർക്കിംഗ് ക്യാപിറ്റലിനേക്കാളും കൂടുതൽ ഒരു എമൗണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടെത്തേണ്ടതായിട്ട് വരും. ക്ലിയർ. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ ഫിനാൻസ് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ. ഇങ്ങനെ വേണ്ടി വരുന്ന അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ ഒരു അസറ്റിൻ്റെ ഫലമായി ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു അസറ്റോ അല്ലെങ്കിൽ ഒരു പുതിയ മെഷീനറിയോ ഒക്കെ വാങ്ങിക്കുന്നതിൻ്റെ ഫലമായി നമുക്ക് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വേണ്ടി വരുന്നെങ്കിൽ അങ്ങനെയുള്ള എത്രയാണോ കൂടുതലായിട്ട് വേണ്ടി വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അതിനെ ഒരു ഔട്ട്ഫ്ലോ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ക്ലിയർ. Then that is increase in the fixed assets leads to increase in the amount of current assets and required for increasing production. അതുകൊണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് കിട്ടുമ്പോഴേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് അത്. ഓക്കെ. സോ ഔട്ട്ഫ്ലോ ടേക്സ് പ്ലേസ് അറ്റ് ദി വെരി ബിഗിനിങ് ഓഫ് ദി പീരീഡ്. ക്ലിയർ. ഏറ്റവും നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, അപ്പോഴാണ് പൈസ മുടക്കുക. അതുകൊണ്ട് ബിഗിനിങ് ഓഫ് ദി പീരീഡിലാണ് വരിക. അതുകൊണ്ടാണ് ഇതിനെ സീറോ പീരീഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ. സോ കോസ്റ്റ് ഓഫ് ദി investment or a fixed assets, clear, made at the beginning of the period or current period. So in short, it refers to the cost of the new assets. Okay. Then in the case of replacement projects, while determining the amount of initial investment, that is initial cash flow, clear, in the new assets in place of the old assets, the scrap value or salvage value of the old assets is deducted from the cost of the installation charge. ഏതെങ്കിലും കേസിൽ നമ്മളൊരു റീപ്ലേസ്മെൻറ്റ് ഡിസിഷനാണ് എടുക്കുന്നത് വിചാരിക്കുക. ഒരു അസറ്റിനെ, പഴയ അസറ്റിനെ മാറ്റി പുതിയ അസറ്റാണ് നമ്മൾ വയ്ക്കുന്നത് വിചാരിക്കുക. അങ്ങനെ എടുക്കുന്ന സമയത്ത് ക്ലിയർ. സോ ഇഫ് യു ആർ മേക്കിംഗ് എ റീപ്ലേസ്മെൻറ്റ് ഡിസിഷൻ, ദറ്റ് ഈസ് ആൻ ഓൾഡ് അസറ്റ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് എ ന്യൂ അസറ്റ്. ഇപ്പം ന്യൂ അസറ്റ് വാങ്ങിക്കാൻ വേണ്ടി വരുന്ന ചിലവ് നമ്മളെല്ലാം എടുക്കും, അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യണം? ഓൾഡ് അസറ്റ്സ് നമ്മൾ ഡിസ്പോസ് ചെയ്തപ്പോൾ എന്തോ നമുക്ക് ബെനിഫിറ്റ് കിട്ടി. ആ കിട്ടിയിരിക്കുന്ന ബെനിഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ബെനിഫിറ്റിനെ ഇതിൽ നിന്നും കുറയ്ക്കണം. ക്ലിയർ. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് ഡിസിഷൻ ആണെങ്കിൽ അസറ്റ്സിനെ ഡിസ്പോസ് ചെയ്യുമ്പോൾ, ഓൾഡ് അസറ്റ് ഡിസ്പോസ് ചെയ്യുമ്പോൾ കിട്ടിയിരിക്കുന്ന എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ നിന്നും കുറച്ച് നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ കണ്ടുപിടിക്കണം. ക്ലിയർ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ക്യാഷ് ഔട്ട്ഫ്ലോ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നതിൽ എന്തൊക്കെ വരാം? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും വരാം. ക്ലിയർ. അപ്പോൾ ഇനീഷ്യലായിട്ട് വരുന്ന ഓക്കെ. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ. ഓക്കെ. ഇനി ഇത് സീറോ പീരീഡിലാണ് നമ്മൾ പറഞ്ഞു. ക്ലിയർ. ഇയറിൻ്റെ ബിഗിനിങ്ങിലാണ് നമ്മൾ സാധാരണ ചെയ്യുക. ചില കേസസിൽ, റെയർ കേസസിൽ 1-2 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരാം. ക്ലിയർ. അപ്പോൾ ഇതിനെ എന്തായിട്ട് എടുക്കണം? ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് തന്നെ എടുക്കണം. ക്ലിയർ. അപ്പോൾ അവിടെ ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ അല്ല, സബ്സിക്വൻറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ക്ലിയർ. അപ്പോൾ അതിനെന്ത് പറയും നമ്മൾ? സബ്സിക്വൻറ്റ്. ക്ലിയർ. അപ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോവും വരാം. അത് ചിലപ്പോൾ 2ാമത്തെ വർഷത്തിൻ്റെ അവസാനമായിരിക്കാം, അല്ലെങ്കിൽ 1ാമത്തെ വർഷത്തിൻ്റെ അവസാനമായിരിക്കാം, അല്ലെങ്കിൽ 3ാമത്തെ വർഷത്തിൻ്റെ അവസാനമായിരിക്കാം. ക്ലിയർ. അപ്പോൾ ഇങ്ങനെ ചില വർഷത്തിൻ്റെ അവസാനം നമ്മൾ അഡീഷണൽ ക്യാഷ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഏതോ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരാം. അങ്ങനെ വരും. അല്ലെങ്കിൽ അഡീഷണൽ അസറ്റ് അക്വയർ ചെയ്യാം. അങ്ങനെ വേണ്ടി വരുന്ന ചില കേസസിൽ മാത്രമേ ഇതിന് സബ്സിക്വൻറ്റ് നമുക്കൊരു ഔട്ട്ഫ്ലോ ഉണ്ടാവും. ക്ലിയർ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർക്കുമ്പോഴേ ക്യാഷ് ഔട്ട്ഫ്ലോ ടോട്ടലായിട്ട് വരുള്ളൂ. ക്ലിയർ. അപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സബ്സിക്വൻ്റ് ആയിട്ട് ഒരു ഔട്ട്ഫ്ലോ വരുന്നുണ്ടെങ്കിൽ അതിനെയും ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് എടുക്കണം. ക്ലിയർ. അപ്പോൾ അതിൻ്റെ ടൈം വാല്യൂ കൺസിഡർ ചെയ്യണം. അപ്പോൾ ആ ടൈം വാല്യൂ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സാമ്പിളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം. ക്ലിയർ. അതെങ്ങനെയാണ് ടൈം വാല്യൂ എടുത്ത് മെഷർ ചെയ്ത് തന്നെ കറണ്ട് ഫണ്ട്. ക്ലിയർ. അപ്പോൾ 2ാമത്തെ വർഷമാണെങ്കിൽ 2ാമത്തെ വർഷത്തിൻ്റെ അവസാനം നമ്മൾ മുടക്കുന്ന പൈസയുടെ ഇപ്പോഴത്തെ വാല്യൂ, പ്രസൻറ്റ് വാല്യൂയിലേക്ക് അതിനെ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അത് നമ്മൾ ഡിസ്കൗണ്ടിങ് ചെയ്യണം. പ്രസൻറ്റ് വാല്യൂ ടെക്നിക്ക് ഉപയോഗിച്ച് ഡിസ്കൗണ്ടിങ് ചെയ്തിട്ട് എന്ത് ചെയ്യും? സീറോ പീരീഡുള്ള എമൗണ്ടിന് തുല്യമാക്കി മാറ്റും. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടും. അപ്പോഴാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ കിട്ടുക. ക്ലിയർ. ഇതാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അത് നമുക്ക് പിന്നീട് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്നിക്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് നോക്കാം. ക്ലിയർ. സോ 2ാമത്തെ ടൈപ്പ് ഓഫ് ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത് നെറ്റ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ്. ക്ലിയർ. അതിനെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ് എന്ന് പറയാറുണ്ട്, നെറ്റ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയാറുണ്ട്, ഓർ സിംപ്ലി ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയാറുണ്ട്. ക്ലിയർ. ഇപ്പോൾ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് സിംപ്ലി പറഞ്ഞാലോ അല്ലെങ്കിൽ നെറ്റ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറഞ്ഞാലോ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറഞ്ഞാലോ ഒക്കെ എന്ത് തന്നെയാണ്? സെയിം തന്നെ. എന്താ അതിൻ്റെ അർത്ഥം? ഒരു പ്രോജക്റ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ,
അല്ലേ? ആ റിട്ടേൺ ഇയർ എൻഡിങ്ങിൽ ഓരോ വർഷം കിട്ടിക്കൊണ്ടിരിക്കും. ഒരു വർഷത്തിൻ്റെ അവസാനം, രണ്ടാമത്തെ വർഷത്തിൻ്റെ അവസാനം, ക്ലിയർ, ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഏതുവരെ കിട്ടും? ഒരു അസറ്റിൻ്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് വരെ കിട്ടും. ക്ലിയർ. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു അസറ്റിന് എന്തുണ്ട്? ഒരു ഇനീഷ്യൽ കോസ്റ്റ് ഉണ്ടാവും, ക്ലിയർ, സബ്സിക്വൻറ്റ് കോസ്റ്റ് ചിലപ്പോൾ വരാം, പിന്നെ ഒരു അസറ്റിന് എന്തുണ്ട്? ഡിപ്രീഷിയേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും, അല്ലേ? അതിൻ്റെ തേയ്മാനത്തിനനുസരിച്ച് നമ്മൾ അസറ്റിന് എന്ത് ചെയ്യും? ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യും, ക്ലിയർ. പിന്നീട് എന്ത് വരും? ഒരു അസറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ അസറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട്, നമുക്ക് ഓപ്പറേറ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇൻഫ്ലോസ് അല്ലെങ്കിൽ റവന്യൂസ് ഉണ്ടാവാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാഷ് ഇൻഫ്ലോസ്. ഒരു അസറ്റിനെ ഉപയോഗിച്ച്, ഒരു മെഷീനറി വാങ്ങിച്ചു, പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വിറ്റു, അപ്പം നമുക്ക് സെയിൽസ് റവന്യൂ കിട്ടി. ഈ റവന്യൂ, അല്ലേ, അതിൽ നിന്നും നമ്മൾ കോസ്റ്റൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്മൾ നെറ്റായിട്ട് വരുന്ന നമ്മുടെ ബെനിഫിറ്റ്, ക്യാഷ്, അതിനെയാണ് എന്ത് പറയുന്നത്? ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയും. ക്ലിയർ. അപ്പോൾ ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ അതിൽ ചില ഫോമുലാസ് ഉണ്ട്, ക്ലിയർ. അതനുസരിച്ച് നമ്മൾ കണ്ടുപിടിക്കും. എങ്ങനെയാണ് ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ അസർട്ടൈൻ ചെയ്യാന്നൊക്കെ നോക്കാം, ക്ലിയർ. അപ്പോൾ ഇത് ക്യാഷ് ഔട്ട്ഫ്ലോ, ദാറ്റ് ഈസ് ഇൻഫ്ലോസ്, സിംപ്ലി ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയും, അല്ലെങ്കിൽ നെറ്റ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയും, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയും, ക്ലിയർ. എന്തുകൊണ്ട് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത്? കാരണം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് കിട്ടുന്ന റവന്യൂ, അല്ലേ, ആ റവന്യൂവിൻ്റെ നെറ്റ് എഫക്റ്റ് ആണ് നമ്മുടെ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത്, ക്ലിയർ. അതുകൊണ്ട് ഇതിനെ operating cash flows. So initial investment is expected to generate a series of cash inflows in the form of benefits or return or revenue or profit, clear. അപ്പോൾ ഇവിടെ mere profit അല്ല, ക്ലിയർ. പ്രോഫിറ്റ് എന്നുള്ള ടേം നമ്മൾ ഉപയോഗിക്കുന്നെങ്കിലും പ്രോഫിറ്റ് അല്ല, അല്ലെ, ആക്ച്വലി അക്കൗണ്ടിങ് പ്രോഫിറ്റ് അല്ല. പിന്നെ എന്ത് ചെയ്യുന്നു? ആ അക്കൗണ്ടിങ് പ്രോഫിറ്റിനോടൊപ്പം നോൺ ക്യാഷ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നേ? ക്ലിയർ, ആഡ് ബാക്ക് ചെയ്യും. ഇങ്ങനെ ആഡ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഫോർ എക്സാമ്പിൾ, നമ്മൾ 10 ലക്ഷം രൂപയുടെ ക്യാഷ് മുടക്കി ബിസിനസ് ഒരു അസറ്റ് വാങ്ങിച്ചു, അതിൽ നിന്നും ഒന്നാമത്തെ വർഷത്തിൻ്റെ അവസാനം നമുക്ക് 2 ലക്ഷം രൂപ കിട്ടി. ഈ കിട്ടിയിരിക്കുന്ന 2 ലക്ഷം രൂപ ക്യാഷ് ആയിട്ടാണ് കിട്ടിയതെങ്കിൽ നമ്മൾ അതിനെ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയും, ക്ലിയർ. അക്കൗണ്ടിങ് പ്രോഫിറ്റ് 2 ലക്ഷം ആയിരിക്കുമോ? ഇല്ല, ആയിരിക്കില്ല. ചിലപ്പോൾ 1.5 ലക്ഷം രൂപയായിരിക്കും, അല്ലെങ്കിൽ 3 ലക്ഷം രൂപയായിരിക്കാം, ക്ലിയർ. അപ്പോൾ അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ എന്തൊക്കെ വരും? ഡിപ്രീസിയേഷൻ വരും, അല്ലേ? ഇതൊക്കെ നമ്മൾ കുറയ്ക്കും. കോസ്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം, അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സെയിൽസ് എടുക്കും, കോസ്റ്റ് മൈനസ് ചെയ്യും, അല്ലേ? അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യും, ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കും. ആ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് മറ്റുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യും, അല്ലേ? അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നമുക്കപ്പോൾ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. ടാക്സ് അതിൽ നിന്ന് മൈനസ് ചെയ്യും, അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും, ക്ലിയർ. ഇങ്ങനെയാണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, ക്ലിയർ. ഇതിൽ ഡിപ്രീസിയേഷൻ്റെ കേസ് എന്താ? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും. ഇതിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആയിട്ട് വരുന്ന ഡിപ്രീസിയേഷൻ, അല്ലേ, നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചർ ആണ്, ക്ലിയർ. ഈ നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു പ്രത്യേകത എന്താ? ക്യാഷ് ബിസിനസ്സിന് പോകുന്നില്ല. അതുകൊണ്ട് ശരിക്കുള്ള ക്യാഷ് നമുക്ക് കിട്ടിയത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റിനേക്കാളും ചിലപ്പോൾ കൂടുതലൊരു എമൗണ്ട് ആയിരിക്കാം. അതുകൊണ്ട് ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുന്നു, ക്ലിയർ. ഇങ്ങനെ ആഡ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ആണ് എന്ത്? ക്യാഷ് ഇൻഫ്ലോസ്, ക്ലിയർ. അപ്പോൾ ക്യാഷ് ഇൻഫ്ലോസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല എന്താ? സോ ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ്സ് പ്ലസ് ഡിപ്രീസിയേഷൻ, ക്ലിയർ. നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ. അതിൻ്റെ അർത്ഥം എന്താ? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിച്ച ശേഷം, അല്ലേ, ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുമ്പോൾ നെറ്റ് എഫക്റ്റ് എന്താണ്? ഡിപ്രീസിയേഷന് മുമ്പുള്ള ലാഭമായിട്ട് മാറും, ക്ലിയർ. ക്ലിയർ. ടാക്സ് കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഡിപ്രീസിയേഷൻ കുറയ്ക്കാം. കാരണം എന്താ? ഡിപ്രീസിയേഷൻ ഈസ് ആൻ അലവൻസ് വിച്ച് ഈസ് പെർമിസിബിൾ അണ്ടർ ഇൻകം ടാക്സ് ലോ, ക്ലിയർ. ഇൻകം ടാക്സ് ലോ അനുസരിച്ച് ഡിപ്രീസിയേഷൻ നമുക്ക് പെർമിസിബിൾ, അതുകൊണ്ട് എക്സ്പെൻസ് ആയിട്ട് ഡിഡക്ട് ചെയ്യാം. അപ്പോൾ ടാക്സിൻ്റെ ലയബിലിറ്റി കുറയും, ക്ലിയർ. എന്നിട്ട് നമ്മൾ ടാക്സ് കൊടുക്കുന്നു, അല്ലേ? ആ ടാക്സ് കൊടുത്തു കഴിഞ്ഞ ശേഷം കിട്ടുന്ന ലാഭം, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ഇതിനാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ക്ലിയർ. ഈ നെറ്റ് പ്രോഫിറ്റിനോടൊപ്പം ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് അതെന്തായിട്ട് മാറുന്നു? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ ആയിട്ട് മാറും. അതുകൊണ്ട് ഈ ക്യാഷ് ഇൻഫ്ലോസിനെ, ക്ലിയർ, നമ്മൾ വേറൊരു പേര് കൂടെ പറയാറുണ്ട്. സോ ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ആസ്, ക്ലിയർ, പ്രോഫിറ്റ്സ്, ക്ലിയർ, ആഫ്റ്റർ ടാക്സ്, ക്ലിയർ, ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ, clear. Profit after tax but before depreciation, clear. Or profit before depreciation but after tax, clear. ഇങ്ങനെ ടാക്സ് ഡിപ്രീസിയേഷന് മുമ്പുള്ളതും ടാക്സിന് ശേഷമുള്ള ലാഭം, ക്ലിയർ. അതിൻ്റെ അർത്ഥം എന്താ? ഡിപ്രീസിയേഷൻ ആദ്യം കുറയ്ക്കുന്നു, പിന്നീട് ഡിപ്രീസിയേഷൻ പ്രോഫിറ്റിനോടൊപ്പം ആഡ് ബാക്ക് ചെയ്യുന്നു, ക്ലിയർ. ഐ തിങ്ക് യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ്, ക്ലിയർ. ഇപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്?
സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ, ഇക്വേഷൻ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിനോടൊപ്പം ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്താൽ മതി അല്ലേ. അപ്പം നോൺ ക്യാഷ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ ക്ലിയർ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നതോടുകൂടി ശരിക്കും നമുക്ക് ക്യാഷ് എത്ര കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. ഒരു വർഷം കിട്ടിയിരിക്കുന്ന ക്യാഷ് ക്ലിയർ. നെറ്റ് ക്യാഷ് എന്താ? നെറ്റ് ക്യാഷ് നമ്മൾ സെയിൽസ് നടത്തിയപ്പോൾ കുറേ റവന്യൂ കിട്ടി, അതിന് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കുറേയധികം ഓപ്പറേറ്റിംഗ് അല്ലേ കോസ്റ്റ് നമ്മൾ കൊടുത്തു. ഈ കോസ്റ്റ് എല്ലാം കുറച്ച് കഴിഞ്ഞാൽ കിട്ടിയിരിക്കുന്ന നെറ്റ് ക്യാഷ് ക്ലിയർ. സോ ദിസ് ഈസ് ക്യാഷ് ഇൻഫ്ലോ. ഓക്കെ, അതുകൊണ്ട് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ. അതുകൊണ്ട് ഇതിന് എന്തുകൂടെ പറയും? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ക്ലിയർ, PAT, ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ ക്ലിയർ. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് അർത്ഥം ക്ലിയർ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം ഒക്കെ തരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റൻ ഒക്കെ തരുന്ന സമയത്ത് ഈ രീതിയിലായിരിക്കും ഇതിൻ്റെ ടെർമിനോളജി വരിക. അപ്പോൾ നമ്മൾ വേറെ ഒന്നും കൺഫ്യൂഷൻ ആവാൻ പാടില്ല, അത് ക്യാഷ് ഇൻഫ്ലോസ് ആയിട്ട് എടുക്കണം. ഓക്കെ, ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ്? I think you might have understood it. Okay, so this is what cash inflow. See, cash inflows നമ്മൾ ഇയർലി ബേസിസിൽ നമ്മൾ അസർട്ടൈൻ ചെയ്യും ക്ലിയർ. അപ്പോൾ ക്യാഷ് നമ്മൾ എത്ര കിട്ടി എന്നുള്ളതാണ് ഇവിടെ ഇൻഫ്ലോസ് ആയിട്ട് വരുന്നത്. So these cash inflows are called net annual cash inflow. Why this is called net annual cash inflow? കാരണം ആകെ ക്യാഷ് ഇൻഫ്ലോ അല്ല, ദിസ് ഇസ് നോട്ട് ദ ഗ്രോസ് ക്യാഷ് ഇൻഫ്ലോ. എന്താ കാരണം? ഗ്രോസ് ക്യാഷ് ഇൻഫ്ലോയിൽ എന്ത് വരും? ടോട്ടൽ സെയിൽസ് റവന്യൂ ആണ് നമ്മുടെ ഗ്രോസ് ക്യാഷ് ഇൻഫ്ലോ. ആ സെയിൽസിൽ നിന്ന് നമ്മൾ കോസ്റ്റൊക്കെ നമ്മൾ കുറച്ചു, അതൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഔട്ട്ഫ്ലോ ആണ് അല്ലേ, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഔട്ട്ഫ്ലോ ഒക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ കിട്ടും, സോറി ഇൻഫ്ലോ കിട്ടും. ഈ നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ആണ് നമ്മൾ എടുക്കേണ്ടത് ക്ലിയർ. അപ്പോൾ ആകെ കിട്ടിയിരിക്കുന്ന സെയിൽസ് റവന്യൂവിൽ നിന്ന് കോസ്റ്റിന് വേണ്ടി കൊടുത്തിരിക്കുന്ന എല്ലാ ഔട്ട്ഫ്ലോസും നമ്മൾ മൈനസ് ചെയ്തപ്പോൾ നെറ്റ് കിട്ടി. അതുകൊണ്ട് ഇതിനെ നെറ്റ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ, ആനുവൽ ബേസിസിൽ എടുക്കുന്നതുകൊണ്ട് ഇതിനെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആണ്. അപ്പോൾ നെറ്റ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ആണ് എടുക്കുന്നത്. So this may be same every year throughout the life of the project or may vary from the year to year. ഇനി വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ നമ്മുടെ ഈ ഇയർലി ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് ഒരേ എമൗണ്ട് തന്നെ ആയിരിക്കും എല്ലാ വർഷവും കിട്ടുക. എവറി ഇയർ വി വിൽ ഗെറ്റ് 1 lakh rupee per ക്ലിയർ ക്യാഷ് ഇൻഫ്ലോ. ചില കേസസിൽ ചില പ്രോജക്റ്റിന് അങ്ങനെ ആയിരിക്കും, മിക്കവാറും പ്രോജക്റ്റുകൾക്ക് അങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോൾ എന്തായിരിക്കും? 1 ലക്ഷം രൂപയുടെ നെറ്റ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ കിട്ടും. രണ്ടാമത്തെ വർഷം 1.5 ലക്ഷമായിരിക്കും. മൂന്നാമത്തെ വർഷം 3 ലക്ഷം രൂപ കിട്ടും. നാലാമത്തെ വർഷം ചിലപ്പോൾ 2 ലക്ഷമായിട്ട് കുറയും. അഞ്ചാമത്തെ വർഷം ചിലപ്പോൾ 1 ലക്ഷമായിട്ട് വീണ്ടും മാറും. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ഡിഫറൻഷ്യൽ ക്യാഷ് ഇൻഫ്ലോസും വരാം. അപ്പോൾ ഈക്വൽ ക്യാഷ് ഇൻഫ്ലോസും വരാം, ഡിഫറൻഷ്യൽ ക്യാഷ് ഇൻഫ്ലോസും വരാം. സോ ക്യാഷ് ഇൻഫ്ലോസ് മേ ബി എയ്തർ ഈക്വൽ ക്യാഷ് ഇൻഫ്ലോ, റെഗുലർ ക്യാഷ് ഇൻഫ്ലോ, ക്ലിയർ, ഈക്വലി ഡിനോമിനേറ്റഡ് ക്യാഷ് ഇൻഫ്ലോ, ഓർ അല്ലേ രണ്ടാമത്തെ ആൾട്ടർനേറ്റീവ് എന്താ? ഡിഫറൻഷ്യൽ ക്യാഷ് ഇൻഫ്ലോ. എന്താണ് ഡിഫറൻഷ്യൽ? അൺഈക്വൽ ക്യാഷ് ഇൻഫ്ലോ ക്ലിയർ. ഡിഫറെൻ്റ് ആയിട്ടുള്ള എമൗണ്ട് എല്ലാ വർഷവും വരും ക്ലിയർ. ഇങ്ങനെയും വരാം. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ക്ലിയർ. സോ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഇൻഫ്ലോസ് ഒക്കെ ബൈ 2 means ക്ലിയർ. 2 രീതിയിലാണ് വരിക. ഒന്ന് അഡീഷണൽ റവന്യൂ ക്ലിയർ, നമുക്ക് റവന്യൂ കിട്ടുന്നതിൻ്റെ ഫലമായിട്ട് വരാം ക്ലിയർ. നമ്പർ 2 ക്യാഷ് സേവിങ് ഓപ്പറേഷൻസ് ക്ലിയർ. ഓപ്പറേഷൻസിൽ നമ്മൾ സേവ് ചെയ്യപ്പെടുന്ന ക്യാഷ് അല്ലേ, ക്യാഷ് സേവിങ് ഓപ്പറേഷൻ കൊണ്ടും വരാം, റവന്യൂ കിട്ടുന്ന വരാം ക്ലിയർ. അപ്പോൾ ദിസ് ക്യാപിറ്റൽ പ്രോജക്റ്റ് യൂഷ്വലി റിസൾട്ട് ഇൻ ടു ഇൻക്രീസ്ഡ് സെയിൽസ് അല്ലേ. സാധാരണ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു അസറ്റ് വാങ്ങിക്കുമ്പോൾ ഒരു മോഡേൺ ടെക്നോളജി അക്വയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് മെഷീനറിയും അക്വയർ ചെയ്യുമ്പോൾ ഒക്കെ എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ റവന്യൂ വർദ്ധിക്കുകയാണ് ചെയ്യുക, സെയിൽസ് കൂടുകയാണ് ചെയ്യുക അല്ലേ. ഇൻക്രീസ് സെയിൽസ് ആണ് വരിക. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ എക്സിസ്റ്റിംഗ് സെയിൽസ് എന്ത് ചെയ്യും? വളരെ കൂടും അല്ലേ. സോ ദി എക്സസ് ഓഫ് ക്യാഷ് റവന്യൂ ഓവർ ക്യാഷ് എക്സ്പെൻസസ് പ്രൊവൈഡ്സ് ദി നെറ്റ് ക്യാഷ് ഇൻഫ്ലോ. അപ്പോൾ ഈ കേസസിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എത്ര ക്യാഷ് ഇൻഫ്ലോസ് കിട്ടി നോക്കി, റവന്യൂ ക്യാഷ് ഇൻഫ്ലോ കിട്ടുന്ന നോക്കി, അതിൽ നിന്നും എത്ര റവന്യൂ ക്യാഷ് അല്ലേ ഫ്ലോ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, എക്സ്പെൻസ് എത്ര കൊടുക്കണം നോക്കി, അത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിന് നമ്മൾ എന്താ പറയും? നെറ്റ് ക്യാഷ് ഫ്ലോ പറയും ക്ലിയർ. ഈ ഇത്തരത്തിൽ വരാവുന്ന ഡിസിഷനെ നമ്മൾ റവന്യൂ ഇൻക്രീസിങ് ഡിസിഷൻ എന്ന് പറയും ക്ലിയർ. സോ എ ഡിസിഷൻ ക്ലിയർ വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ക്ലിയർ ഇൻക്രീസ് ഇൻ ദ റവന്യൂ ക്ലിയർ. നമ്മുടെ റവന്യൂവിൽ വർധനവ് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനെ റവന്യൂ ഇൻക്രീസിങ് ഡിസിഷൻ എന്ന് പറയും. അപ്പോൾ റവന്യൂ ഇൻക്രീസിങ് ഡിസിഷൻ നമ്മൾ എന്താണ് ബേസിക് അസംപ്ഷൻ എടുക്കുന്നത്? നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി, അസറ്റ് വാങ്ങിക്കുന്നതിൻ്റെ ഫലമായി, ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി നമ്മുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നു
ക്ലിയർ? അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന റവന്യൂവിന് വേണ്ടി നമ്മൾ ഇൻക്രീസ്ഡ് എക്സ്പെൻസ് കൊടുക്കണം. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് എന്താണ്? നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ആയിട്ട് എടുക്കണം. ഇങ്ങനെയാണ് ക്യാഷ് ഇൻഫ്ലോസ് ഇവിടെ എടുക്കുക. രണ്ടാമത്തെ ഒരു കേസ് വരുന്നത് ക്യാഷ് സേവിങ് ഓപ്പറേഷൻ. ക്ലിയർ? അല്ലെങ്കിൽ കോസ്റ്റ് സേവിങ് ഓപ്പറേഷൻ എന്ന് വേണമെങ്കിലും പറയാം. ക്യാഷിന് പകരം എന്തുകൂടെ പറയാം? കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നു, റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നു. ക്ലിയർ? സോ എ ക്യാപിറ്റൽ പ്രോജക്റ്റ് മേ ലീഡ് ടു റെഡ്യൂസ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. നമ്മുടെ കോസ്റ്റിൽ മാറ്റം വരുത്താൻ പറ്റും, അല്ലേ? നമ്മളിപ്പോൾ എക്സിസ്റ്റിംഗ് ടെക്നോളജി ഉപയോഗിക്കുന്ന പഴയൊരു മെഷീനാണ്, അത് ഉപയോഗിക്കുമ്പോൾ റിപ്പയർ, മെയിൻ്റനൻസും ലേബറും ഒക്കെ കൂടുതൽ വേണ്ടി വരുന്നു. പക്ഷേ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി കൊണ്ടുവന്നു. ക്ലിയർ? ഒരു ഓട്ടോമേറ്റഡ് മെഷീനാണ്, അത് കൊണ്ടുവന്നപ്പോൾ നമുക്ക് ലേബറിനൊക്കെ കുറയ്ക്കാൻ പറ്റി, അല്ലേ? റിപ്പയർ കുറയ്ക്കാൻ പറ്റി, സർവീസ് കുറയ്ക്കാൻ പറ്റി, വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റി. അപ്പോൾ എന്ത് സംഭവിക്കും? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും, കുറഞ്ഞു പോകും. ക്ലിയർ? ഇങ്ങനെ ഒരു മെഷീനറി അക്വയർ ചെയ്യുന്നതിൻ്റെ ഫലമായി ചിലപ്പോൾ റവന്യൂ ഒന്നും കൂടുതൽ കിട്ടുന്നുണ്ടാവില്ല, പക്ഷേ ക്ലിയർ, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അത്തരത്തിൽ സോ ഇൻ ദിസ് കേസ് നെറ്റ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ അല്ലേ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ഇത്തരത്തിൽ കിട്ടുന്ന ബെനിഫിറ്റ്, കോസ്റ്റ് റിഡക്ഷൻ്റെ ഫലമായിട്ട് വരുന്ന ബെനിഫിറ്റിൽ നിന്നും ക്ലിയർ, അഡീഷണൽ കോസ്റ്റ് വല്ലതും നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിനെ നമുക്ക് എന്ത് പറയാം? നെറ്റ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ ഇവിടെ ക്യാഷ് ഇൻഫ്ലോ എങ്ങനെ എടുക്കുന്നു? ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് കോസ്റ്റ് റെഡ്യൂസിങ് ഡിസിഷൻ. ക്ലിയർ? കോസ്റ്റ് റിഡക്ഷൻ കൺസിഡറേഷൻ, കോസ്റ്റ് റിഡക്ഷൻ സിറ്റുവേഷൻ. ക്ലിയർ? അപ്പോൾ ഇവിടെയും ക്യാഷ് ഇൻഫ്ലോസ് വരാം. എങ്ങനെ വരുന്നു? കാരണം എത്ര നമ്മൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് നോക്കുന്നു, ആ റെഡ്യൂസ് ചെയ്ത കോസ്റ്റുകളൊക്കെ നമ്മൾ നമ്മുടെ ബെനിഫിറ്റ് ആയിട്ട് എടുക്കുന്നു. ക്ലിയർ? അതുപോലെ തന്നെ എത്ര കോസ്റ്റ് നമുക്ക് അഡീഷണൽ ആയിട്ട് വേണ്ടി വരുന്നു നോക്കുന്നു. അങ്ങനെ അഡീഷണൽ ആയിട്ട് വേണ്ടി വരുന്ന കോസ്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്ട്രാ കോസ്റ്റ്, അഡീഷണൽ കോസ്റ്റ് ആയിട്ട് എടുക്കുന്നു. ക്ലിയർ? ഈ ബെനിഫിറ്റിൽ നിന്നും കോസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നെറ്റ് ബെനിഫിറ്റ് കിട്ടും. ക്ലിയർ? ആ നെറ്റ് ബെനിഫിറ്റിന് ടാക്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ കിട്ടും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ എടുക്കുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് റെഡ്യൂസിങ് ഡിസിഷൻ എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ സാധാരണ രീതിയിൽ ക്യാഷ് ഇൻഫ്ലോ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റവന്യൂ ഇൻക്രീസിങ് മോഡൽ എന്ന് പറയും. അങ്ങനെ ഒരു മോഡൽ ഫോളോ ചെയ്തിട്ട് ചെയ്യും. അത് അവൈലബിൾ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ആൾട്ടർനേറ്റീവ് എന്താ? കോസ്റ്റ് റെഡ്യൂസിങ് മോഡൽ എന്ന് പറയും. ക്ലിയർ? അപ്പോൾ റവന്യൂ ഇൻക്രീസിങ് ഡിസിഷൻ അല്ലെങ്കിൽ മോഡൽ, അല്ലെങ്കിൽ കോസ്റ്റ് റെഡ്യൂസിങ് മോഡൽ അല്ലെങ്കിൽ ഡിസിഷൻ. ഇപ്പോൾ ഈ രീതിയിലാണ് രണ്ട് രീതിയിൽ നമ്മൾ ക്യാഷ് ഇൻഫ്ലോ അസർട്ടൈൻ ചെയ്യുക. ക്ലിയർ? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ, പ്രോബ്ലത്തിൽ എന്ത് തരം ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിനനുസരിച്ച് ചെയ്യാം. ക്ലിയർ? അപ്പോൾ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ക്ലിയർ? ഡ്യൂ ടു ദി പർച്ചേസ് ഓഫ് എ മെഷീനറി, ക്ലിയർ, this much direct labor can be saved, this much wastage can be avoided, or this much clear supervision cost can be reduced, അല്ലെങ്കിൽ this much amount can be saved, this much cost can be reduced, administrative cost can be reduced. ഇങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാകും. ഇങ്ങനെ തന്നിരിക്കുന്ന സേവിങ്സിനൊക്കെ നമ്മൾ ബെനിഫിറ്റ് ആയിട്ട് എടുക്കുന്നു. അതുപോലെ തന്നെ there will be an additional depreciation. ക്ലിയർ? അത് നമ്മൾ അഡീഷണൽ കോസ്റ്റ് ആയിട്ട് എടുക്കും. ദർ വിൽ ബി എൻ അഡീഷണൽ സൂപ്പർവിഷൻ, അത് അഡീഷണൽ കോസ്റ്റ് ആയിട്ട് എടുക്കും. ദർ വിൽ ബി എൻ അഡീഷണൽ ഡയറക്റ്റ് മെറ്റീരിയൽ, അത് അഡീഷണൽ കോസ്റ്റ് ആയിട്ട് എടുക്കും. ഇങ്ങനെ ഈ ബെനിഫിറ്റിൽ നിന്ന് ഈ കോസ്റ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ബെനിഫിറ്റ് കിട്ടും. ക്ലിയർ? ആ നെറ്റ് ബെനിഫിറ്റിൽ നിന്ന് ടാക്സ് ഉണ്ടെങ്കിൽ ടാക്സ് നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നെറ്റ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടും. ക്ലിയർ? ആ ടാക്സ് കഴിച്ചിട്ടുള്ള, ക്ലിയർ, ആഫ്റ്റർ ടാക്സ് ബെനിഫിറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ, അഡീഷണൽ ഡിപ്രീസിയേഷൻ അത് ആഡ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നെറ്റ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ കിട്ടും. ക്ലിയർ? ഇതാണ് കോസ്റ്റ് റെഡ്യൂസിങ് മോഡലിൻ്റെ ഒരു പ്രത്യേകത. ക്ലിയർ? ഫസ്റ്റ് പറഞ്ഞ റവന്യൂ ഇൻക്രീസിങ് മോഡലാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ആദ്യം സെയിൽസ് എടുക്കും, അതിൽ നിന്ന് കോസ്റ്റ് മൈനസ് ചെയ്യും. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് നമ്മൾ ടാക്സ് ഉണ്ടെങ്കിൽ ടാക്സ് കണക്കാക്കും, അത് കുറയ്ക്കും. അത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതിന് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയും. ആ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിനോടൊപ്പം ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആനുവൽ ക്യാഷ് ഇൻഫ്ലോ കിട്ടും. ഇങ്ങനെ ഈ രണ്ട് രീതിയിലാണ് ഈ മെത്തേഡിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്കൗട്ട് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, സോ ദ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ഷുഡ് ബി adjusted for taxes, depreciation, then effect on indirect expenses, additional working capital requirement. ഇതെല്ലാം കൂടെ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? കോസ്റ്റ് റെഡ്യൂസിങ് മെത്തേഡിൽ ക്യാഷ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യും. ക്ലിയർ? സോ ദ എമൗണ്ട് ഓഫ് നെറ്റ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് may be calculated by preparing a profitability statement or a statement of cash inflows. Clear? ഇതിന് നമ്മൾ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് എന്ന്. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിച്ചു ഫ്രം ദ ഫോളോയിങ് കാൽക്കുലേറ്റ് പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നത്തിങ് ബട്ട് കാൽക്കുലേഷൻ ഓഫ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ആനുവൽ ക്യാഷ് ഇൻഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പറയാം. ചിലപ്പോൾ പ്രോബ്ലത്തിൽ തന്നെ പറഞ്ഞാൽ കാൽക്കുലേറ്റ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. അപ്പോൾ നമ്മൾ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ കാൽക്കുലേറ്റ് ചെയ്താൽ മതി.
ക്ലിയർ? ഓക്കെ. അപ്പോൾ ഒരു പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ്, എന്തുകൊണ്ട് ഇതിനെ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നു? ബിക്കോസ് ഹിയർ വി ആർ മെഷറിങ് പ്രോഫിറ്റബിലിറ്റി, അല്ലേ? ആകെ കോസ്റ്റിൽ നിന്നും ആകെ ബെനിഫിറ്റിൽ നിന്നും ആകെ റവന്യൂ നിന്നും ആകെ കോസ്റ്റ് മൈനസ് ചെയ്ത് നെറ്റ് എടുത്ത്, അല്ലേ? പ്രോഫിറ്റ് പോലെ തന്നെയാണ്, പക്ഷേ ക്യാഷ് ആയിട്ടുള്ള പ്രോഫിറ്റാണ് നമ്മൾ എടുക്കുന്നത് മാത്രം. ക്ലിയർ? അതുകൊണ്ട് ഇതിനെ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഹൗ ടു കാൽക്കുലേറ്റ്, അതിൻ്റെ ഒരു ഫോർമാറ്റാണ് നോക്കുന്നത്. ക്ലിയർ? സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് മോഡൽ? ഫസ്റ്റ് മോഡൽ ഈസ് കോൾഡ് ആസ് റവന്യൂ ഇൻക്രീസിങ് മോഡൽ ഓർ റവന്യൂ ഇൻക്രീസിങ് ഡിസിഷൻ. അങ്ങനെ ഒരു മോഡലിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ക്യാഷ് ഇൻഫ്ലോസിലേക്ക് എത്തപ്പെടുക? ക്ലിയർ? അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ കോളം വരിക? പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ക്യാഷ് ഇൻഫ്ലോ എന്ന് എഴുതി, പർട്ടിക്കുലേഴ്സ് കോളം, ഒരു ഡീറ്റെയിൽ കോളം, ദെൻ എമൗണ്ട് കോളം. എന്തിനാണ് ഈ ഡീറ്റെയിൽ കോളം? എന്തെങ്കിലും കാൽക്കുലേഷൻ ഇന്നർ കോളത്തിൽ വേണമെങ്കിൽ ചെയ്യാം. ക്ലിയർ? അങ്ങനെയൊന്നും ഇല്ല, ഡയറക്റ്റായിട്ട് എല്ലാം തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഡീറ്റെയിൽസ് കോളം നമുക്ക് ഒഴിവാക്കാം. ക്ലിയർ? ദെൻ എമൗണ്ട് കോളത്തിൽ മാത്രം കാണിച്ചാൽ മതിയാവും. ക്ലിയർ? സോ പർട്ടിക്കുലേഴ്സ് കോളം, ഡീറ്റെയിൽസ് കോളം, എമൗണ്ട് കോളം. ക്ലിയർ? ദെൻ അല്ലെങ്കിൽ പർട്ടിക്കുലേഴ്സ് കോളം, ദെൻ എമൗണ്ട് കോളം. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ തന്നെ നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്താൽ മതി. ഓക്കെ. ഓക്കെ, ഇനി ഇതിൻ്റെ കണ്ടന്റ് നോക്കാം. എന്തൊക്കെയാണ് വരിക? നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുന്ന സമയത്ത് എന്തൊക്കെ വരും? അതിൽ ആനുവൽ സെയിൽസ് റവന്യൂ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ എടുക്കും. ക്ലിയർ? ലെസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇൻക്ലൂഡിങ് ഡിപ്രീസിയേഷൻ. ഇനി ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമ്മൾ തന്നിട്ടുണ്ട്, അത് മാത്രം തന്നിട്ടുണ്ട്, അത് ആദ്യം എടുക്കുക. ക്ലിയർ? ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ എടുക്കുക. ക്ലിയർ? എന്തിനാ? കാരണം ഡിപ്രീസിയേഷൻ എമൗണ്ട് നമുക്ക് അറിയുമെങ്കിൽ വേറെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ക്ലിയർ? അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രീസിയേഷൻ ഉൾപ്പെടെയുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നിന്ന് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇൻകം ബിഫോർ ടാക്സ് കിട്ടും. ക്ലിയർ? അതിന് നമ്മൾ ഇൻകം ബിഫോർ ടാക്സിനോ ഏർണിങ്സ് ബിഫോർ ടാക്സിനോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്നൊക്കെ പറയും. ക്ലിയർ? അപ്പോൾ IBT എന്ന് പറയാം. ക്ലിയർ? PBT എന്ന് പറയാം, EBT എന്ന് പറയാം. ക്ലിയർ? ഇതൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് കേട്ടോ. ഇൻകം, പ്രോഫിറ്റ്, ഏർണിങ്സ് എന്നൊക്കെ പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഏതുവരെ എടുത്തു? പ്രോഫിറ്റ്, ഇൻകം ബിഫോർ ടാക്സ് വരെ എടുത്തു. അതിന് അടുത്ത് എന്ത് ചെയ്യുന്നു? ഇൻകം ടാക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? ലെസ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഒരു നിശ്ചയ ശതമാനമായിരിക്കും, അല്ലേ? അറ്റ് ദ റേറ്റ് ഓഫ് 50% ആണ് ഇതിൻ്റെ 50%, 35% ആണ് 35%. ക്ലിയർ? അപ്പോൾ പ്രോഫിറ്റിൻ്റെ ഇത്ര ശതമാനം, അപ്പോൾ ടാക്സ് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഇൻകം ആഫ്റ്റർ ടാക്സ്. നെറ്റ് ഇൻകം ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് ഏർണിങ്സ്. ഇതിനെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്നൊക്കെ പറയും. EAT, PAT എന്നൊക്കെ പറയും. ക്ലിയർ? അപ്പോൾ ഇതാണ് അടുത്തത്. ക്ലിയർ? ആ കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റിൽ നിന്നും ഡിപ്രീസിയേഷൻ, നേരത്തെ നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യുന്നു. ക്ലിയർ? ഇപ്പോൾ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം, അല്ലേ? മിക്കവാറും സ്റ്റേറ്റ് ലൈൻ മെത്തേഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് ഓർ എക്കണോമിക് ലൈഫ്. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ എടുത്തിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് നമ്മളിവിടെ എടുക്കുന്നു. ക്ലിയർ? അതിനെ ആഡ് ബാക്ക് ചെയ്യുന്നു. അങ്ങനെ ആഡ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണെന്ന് പറയുന്നത് ക്യാഷ് ഇൻഫ്ലോസ്. ക്ലിയർ? അപ്പോൾ ഈ ക്യാഷ് ഇൻഫ്ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്തത്? നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ, അല്ലെങ്കിൽ നമ്മളതിനെ PAT പ്ലസ് ഡിപ്രീസിയേഷൻ, അല്ലെങ്കിൽ EAT പ്ലസ് ഡിപ്രീസിയേഷൻ. ക്ലിയർ? ഇതാണ് റവന്യൂ ഇൻക്രീസിങ് മോഡൽ. ക്ലിയർ? ഓക്കെ. ദെൻ നെക്സ്റ്റ് വി ക്യാൻ സീ അബൌട്ട് ദി കോസ്റ്റ് ഇൻക്രീസിങ്. ക്ലിയർ? കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് റിഡക്ഷൻ മോഡലിൽ എങ്ങനെയാണ് ചെയ്യുക? കോസ്റ്റ് റിഡക്ഷൻ ഡിസിഷൻ നമ്മളെങ്ങനെ ചെയ്യും? ക്ലിയർ? അപ്പോൾ ആദ്യം ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത് പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സെയിം കോളം തന്നെയാണ്, പർട്ടിക്കുലേഴ്സ് കോളം, ഡീറ്റെയിൽസ് കോളം, എമൗണ്ട് കോളം, അല്ലെങ്കിൽ പർട്ടിക്കുലേഴ്സും എമൗണ്ട് കോളം മാത്രം വരച്ചാണ്. ക്ലിയർ? ദെൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം നമ്മൾ ഇതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. A പാർട്ടും B പാർട്ടും. ക്ലിയർ? A പാർട്ട് എന്താ? എസ്റ്റിമേറ്റഡ് സേവിങ്സ് ആണ്. B പാർട്ട് എന്താ? എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ്. ക്ലിയർ? ഓക്കെ. നമുക്ക് എസ്റ്റിമേറ്റഡ് സേവിങ്സ് ആദ്യം നോക്കാം. സോ വാട്ട് ഈസ് എസ്റ്റിമേറ്റഡ് സേവിങ്? ക്ലിയർ? ഇവിടെ കോസ്റ്റ് റിഡക്ഷൻ ആയതുകൊണ്ട്, അല്ലേ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് വേജ്, അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ക്ലിയർ, ഇതിലൊക്കെ സേവിങ്സ് വരാം. ഇങ്ങനെ വരുന്ന സേവിങ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? എസ്റ്റിമേറ്റഡ് സേവിങ്സ് ഇൻ ഡയറക്റ്റ് മെറ്റീരിയൽ, എസ്റ്റിമേറ്റഡ് സേവിങ്സ് ഇൻ ഡയറക്റ്റ് വേജ്, എസ്റ്റിമേറ്റഡ് സേവിങ്സ് ഇൻ എക്സ്പെൻസ്. ക്ലിയർ? ഇങ്ങനെ ഓരോന്നും വേറെ വേറെ തന്നിട്ടുണ്ടെങ്കിൽ വേറെ വേറെ കൊടുക്കുന്നു. ക്ലിയർ? അതുപോലെ എസ്റ്റിമേറ്റഡ് സേവിങ്സ് ഇൻ സ്ക്രാപ്പ്, വേസ്റ്റേജ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൊടുക്കുന്നു. ക്ലിയർ? ഇങ്ങനെ സേവിങ്സ് തന്നതിനെയൊക്കെ എസ്റ്റിമേറ്റഡ് സേവിങ്സ് ഇൻ സൂപ്പർവിഷൻ, എസ്റ്റിമേറ്റഡ് സേവിങ്, ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക. ക്ലിയർ? അതെല്ലാം എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ടോട്ടൽ സേവിങ്സ് കിട്ടും. ക്ലിയർ? ഇവിടെ 2 എണ്ണേ കൊടുത്തിട്ടുള്ളൂ, അതിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ എഴുതാം. ക്ലിയർ? അപ്പോൾ അങ്ങനെ എല്ലാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഓഫ് A കിട്ടും. ക്ലിയർ? ദാറ്റ് ഈസ് ടോട്ടൽ സേവിങ്സ്, ടോട്ടൽ എസ്റ്റിമേറ്റഡ് സേവിങ്. ക്ലിയർ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ താഴെ കൊടുത്തിരിക്കണം. ഓക്കെ.
അപ്പോൾ താഴെ നമ്മൾ ബി പാർട്ട് എടുക്കുന്നു. എന്താ ബി പാർട്ടിൽ വരുന്നത്? അവിടെ എസ്റ്റിമേറ്റഡ് അഡീഷണൽ കോസ്റ്റ് നമ്മൾ എഴുതുന്നു. എന്താണ് എസ്റ്റിമേറ്റഡ് അഡീഷണൽ കോസ്റ്റിൻ്റെ പ്രത്യേകത? ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നതിൻ്റെ ഫലമായി, ഒരു അസറ്റ് വാങ്ങിക്കുന്നതിൻ്റെ ഫലമായി, ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി നിലവിലുള്ള കോസ്റ്റിൽ നിന്നും എത്ര അഡീഷണൽ കോസ്റ്റ് നമുക്ക് വേണ്ടി വരും, അല്ലേ? അപ്പോൾ അഡീഷണൽ കോസ്റ്റ് എന്തൊക്കെയാവാം? അഡീഷണൽ കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് ആവാം, അഡീഷണൽ കോസ്റ്റ് ഓഫ് സൂപ്പർവിഷൻ ആവാം, അഡീഷണൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആവാം, അഡീഷണൽ കോസ്റ്റ് ഓഫ് ലേബർ ആവാം, അഡീഷണൽ കോസ്റ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ആവാം. ഇതിന് അഡീഷണൽ ഡിപ്രീസിയേഷൻ ആണ്. ക്ലിയർ? ഇങ്ങനെ കോസ്റ്റുകൾ എന്തൊക്കെ രീതിയിലാണോ കോസ്റ്റ് അഡീഷണൽ ആയിട്ട് വരുന്നത്, അങ്ങനെ ഓരോന്നും എഴുതുന്നു. ഇവിടെ 4 കൊടുത്തുള്ളൂ, ഇതിനേക്കാളും കൂടുതൽ വരികയാണെങ്കിൽ അതൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് എഴുതാം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ അഡീഷണൽ കോസ്റ്റ് അല്ലെങ്കിൽ ബി കിട്ടും. ക്ലിയർ? ഓക്കെ. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ അഡീഷണൽ കോസ്റ്റ് ബി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനവിടെ നിർത്തി. ക്ലിയർ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നെറ്റ് സേവിങ്സ് നമ്മൾ എടുക്കുന്നു. ക്ലിയർ? അപ്പോൾ നെറ്റ് സേവിങ്സ് എടുക്കുമ്പോൾ എന്താ? എ മൈനസ് ബി. എന്താ എ മൈനസ് ബി? ടോട്ടൽ സേവിങ്സ് മൈനസ് ടോട്ടൽ, ക്ലിയർ, എസ്റ്റിമേറ്റഡ് അഡീഷണൽ കോസ്റ്റ്. അഡീഷണൽ സേവിങ്സ് മൈനസ് അഡീഷണൽ കോസ്റ്റ്. അപ്പോൾ നമുക്ക് നെറ്റ് കിട്ടും. അപ്പോൾ നെറ്റ് സേവിങ്സ് കിട്ടും. ഓക്കെ. ഈ നെറ്റ് സേവിങ്സ് നമുക്ക് പ്രോഫിറ്റിനെ പോലെയാണ്. ക്ലിയർ? അതുകൊണ്ട് ഇത് ഈ പ്രോഫിറ്റ് പോലെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്ത് വരുന്നതുകൊണ്ട് ടാക്സ് നമുക്കുണ്ടെങ്കിൽ ടാക്സിന് കൺസിഡറേഷൻ ചെയ്യണം, അല്ലേ? അപ്പോൾ ടാക്സിൻ്റെ റേറ്റ് അനുസരിച്ച് എന്ത് ചെയ്യുക? അതിൻ്റെ ടാക്സ് അസർട്ടൈൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സേവിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ക്ലിയർ? ദിസ് ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി ഇനി? അപ്പോൾ നേരത്തെ നമ്മൾ എടുത്തിരിക്കുന്ന അഡീഷണൽ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ, ക്ലിയർ, ഈ അഡീഷണൽ ഡിപ്രീസിയേഷൻ എമൗണ്ടിന് എന്ത് ചെയ്യുക? വീണ്ടും ആഡ് ബാക്ക് ചെയ്യുക, ഇതിനോടൊപ്പം ആഡ് ചെയ്യുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ക്യാഷ് ഇൻഫ്ലോസ് കിട്ടും. ക്ലിയർ? സോ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് അണ്ടർ കോസ്റ്റ് റിഡക്ഷൻ മോഡൽ എങ്ങനെയാണ് ചെയ്യുക? കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഏതൊക്കെയോ കോസ്റ്റിൽ റിഡക്ഷൻ വരുന്നുണ്ട്. ആ റിഡക്ഷൻ വരുന്ന കോസ്റ്റുകളൊക്കെ നമുക്ക് സേവിങ്സ് ആണ്. ക്ലിയർ? ഏതെല്ലോ കോസ്റ്റ് കൂടുതൽ വരുന്നുണ്ട്, അതെല്ലാം അഡീഷണൽ കോസ്റ്റ് ആണ്. ക്ലിയർ? ഈ സേവിങ്സിൽ നിന്ന് നമ്മൾ അഡീഷണൽ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് സേവിങ്സ് കിട്ടും. അതിൽ നിന്ന് ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യുന്ന നെറ്റ് സേവിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും. അതിൽ നിന്ന് അഡീഷണൽ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആഡ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് കിട്ടും. ക്ലിയർ? ഈ രീതിയിലാണ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ അസർട്ടൈൻ ചെയ്യുക. ഏതിൽ? കോസ്റ്റ് റിഡക്ഷൻ മോഡൽ. ക്ലിയർ? ഓക്കെ. സോ ദീസ് ആർ ഓൾ 2 models available for the ascertainment of cash inflows. ഓക്കെ, ശരി. ഇനി നമ്മൾ നോക്കുന്ന വേറൊരു കാര്യമാണ് ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോ. നമ്മുടെ ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ, അല്ലേ? എന്താ ടെർമിനൽ ക്യാഷ് ഫ്ലോ? നേരത്തെ പറഞ്ഞു, അല്ലേ? ഒരു അസറ്റിന് ഒരു എക്കണോമിക് ലൈഫ് ഉണ്ട്, അല്ലേ? എസ്റ്റിമേറ്റഡ് ലൈഫ് എന്നോ എക്കണോമിക് ലൈഫ് എന്നൊക്കെ പറയും. എന്താണ് ഒരു അസറ്റിൻ്റെ എക്കണോമിക് ലൈഫ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ? ഒരു അസറ്റ് എക്കണോമിക്കലായിട്ട് എത്ര വർഷം വരെ ഉപയോഗിക്കാൻ പറ്റുമോ അതിനെയാണ് അതിൻ്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് അല്ലെങ്കിൽ എക്കണോമിക് ലൈഫ് എന്ന് പറയാം, അല്ലേ? അപ്പോൾ ഈ പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അസറ്റിനെ ഡിസ്പോസ് ചെയ്യും, വിൽക്കും, അല്ലേ? സെയിൽ ചെയ്യും. അങ്ങനെ സെയിൽ ചെയ്യുമ്പോൾ ആ അസറ്റിൻ്റെ, അല്ലേ, ഒരു സാൽവേജ് വാല്യൂ, അല്ലേ, റിയലൈസബിൾ വാല്യൂ, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന സ്ക്രാപ്പ് വാല്യൂ, ക്ലിയർ, ഇതിനെയാണ് എന്ത് പറയുന്നത്? ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോ. At the end of the estimated life of the asset, at the end of the project, clear, we may realize some amount of cash in the form of disposal of assets, disposal of old assets, disposal of the, clear, concerned asset. ഇതിനെയാണ് നമ്മൾ ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുക. So it is a cash inflows for the last or terminal year of the projects. Clear? Occurs in 2 ways. Number 1, estimated salvage value or scrap value realizable at the end of the economic life of the project. Clear? Termination സമയത്ത് കിട്ടുന്ന salvage value. രണ്ടാമത്തെ ഒരു കാര്യങ്ങളോട് വരാം. The working capital which is invested in the at the beginning will no longer be required. Clear? As the പ്രോജക്റ്റ് ഈസ് ബീങ് ടെർമിനേറ്റ്. ക്ലിയർ? ചിലപ്പോൾ ഒരു അസറ്റിന് വേണ്ടി നമ്മൾ കുറേ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരുന്നെന്ന് വിചാരിക്കുക. ഈ അസറ്റിനെ ഡിസ്പോസ് ചെയ്യുമ്പോൾ ഇനി വർക്കിംഗ് ക്യാപിറ്റൽ വേണോ? വേണ്ട. അങ്ങനെ നമുക്ക് റിലീസ് ചെയ്യപ്പെടുന്ന വർക്കിംഗ് ക്യാപിറ്റൽ, ക്ലിയർ, അതും എന്തായിട്ട് വരുന്നു? ഒരു ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോസ് ആയിട്ട് വരുന്നു. ക്ലിയർ? അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുക. സച്ച് എൻ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ബിക്കംസ് ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോ. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ സേവ് ചെയ്യപ്പെടുന്നതും അതുപോലെ സാൽവേജ് വാല്യൂ ആയിട്ട് കിട്ടുന്ന 2 കാര്യങ്ങൾ ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോ ആയിട്ടാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോ പലപ്പോഴും എന്തായിട്ട് നമ്മൾ എടുക്കുന്നു? വി വിൽ ടേക്ക് ഇറ്റ് ആസ് എ ക്യാഷ് ഇൻഫ്ലോ. ക്ലിയർ? റീപ്ലേസ്മെൻറ്റ് ഡിസിഷൻ അല്ല എങ്കിൽ, ക്ലിയർ, ഒരു പുതിയ അസറ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾഡ് അസറ്റ് വിറ്റിട്ട് പുതിയ അസറ്റ് വാങ്ങിക്കുകയല്ല ചെയ്യുന്നതെങ്കിൽ, ക്ലിയർ,
ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോസിനെ, പ്രോജക്റ്റിൻ്റെ അവസാനം കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസിനെ എസ്റ്റിമേറ്റഡ് അല്ലേ, ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ ഒരു ഇൻഫ്ലോ ആയിട്ട്, അവസാനത്തെ വർഷത്തെ ഇൻഫ്ലോ ആയിട്ടാണ് എടുക്കുക. ക്ലിയർ? സോ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോ, അവസാന വർഷത്തെ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ 5 വർഷമാണെങ്കിൽ നമ്മൾ 5ാമത്തെ വർഷത്തിൽ സാധാരണ ക്യാഷ് ഇൻഫ്ലോ എഴുതിയ ശേഷം എന്ത് ചെയ്യുന്നു? വീണ്ടും ക്ലിയർ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കിട്ടിയിരിക്കുന്ന എമൗണ്ട് എടുത്ത് തരും. ഓക്കെ, ഇങ്ങനെ അവസാന വർഷത്തെ ക്യാഷ് ഇൻഫ്ലോ ആയിട്ടാണ് അതെടുക്കുക. ഓക്കെ, so these are some of the information related to cash inflows. ഓക്കെ, അപ്പോൾ ഇതിന് പുറമെ, അപ്പോൾ നമ്മളിപ്പം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിന് പുറമെ നമ്മൾ എടുക്കേണ്ടി വരുന്ന വേറെ ഒരു കാര്യമാണ്, ക്ലിയർ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസിൽ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ക്ലിയർ? അതുപോലെ തന്നെ അതർ ഇൻഫർമേഷൻ. ക്ലിയർ? ഒരു പ്രോജക്റ്റിന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ വേണ്ടിയോ എന്നൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ക്യാഷ് ഇൻഫ്ലോസിനെ കുറിച്ച് നമ്മൾ വളരെയധികം കൺസേൺഡ് ആയിരിക്കണം. ക്ലിയർ? അപ്പോൾ അതിൽ ക്യാഷ് ഔട്ട് ഫ്ലോസ് നോക്കണം, ക്യാഷ് ഇൻഫ്ലോസ് നോക്കണം, അതുപോലെ തന്നെ ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോ അല്ലേ ഫ്ലോസ് നോക്കണം. അതോടൊപ്പം തന്നെയാണ് റേറ്റ് ഓഫ് റിട്ടേൺ. എത്ര റേറ്റ് ഓഫ് റിട്ടേൺ ആണ് നമുക്ക് കിട്ടുന്നത്? ക്ലിയർ? എന്ത് റേറ്റിലാണ് നമുക്ക് കിട്ടുക? ക്ലിയർ? ഇതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ എന്താണ്? അത് ഈ കിട്ടുന്ന പ്രോജക്റ്റിൽ നിന്നും കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ നമ്മളുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിന് തുല്യമാണോ, അതിനേക്കാളും കൂടുതലാണോ, കുറവാണോ? ക്ലിയർ? അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ നമ്മുടെ റിട്ടേണിന് തുല്യമാണോ? ഇതിന് നമ്മളൊരു കട്ട് ഓഫ് റേറ്റ് എന്നാണ് പറയുക. ക്ലിയർ? ഈ കട്ട് ഓഫ് റേറ്റ് എന്ന് പറയുന്നത് മിനിമം റിട്ടേൺ ആണ്. ക്ലിയർ? റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും അതിൻ്റെ പ്രൊവൈഡേഴ്സ് ഓഫ് ക്യാപിറ്റൽ പ്രതീക്ഷിക്കുന്ന മിനിമം ആയിട്ടുള്ള റിട്ടേണിനെ എന്താ പറയുക? കട്ട് ഓഫ് റേറ്റ്, മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഹഡിൽ റേറ്റ് എന്നൊക്കെ പറയും. ക്ലിയർ? സോ ഇറ്റ് ഈസ് എ കട്ട് ഓഫ് റേറ്റ് ഓർ ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ആസ് എ ഹഡിൽ റേറ്റ്. ക്ലിയർ? ഇത് പാസ് ഓൺ ചെയ്ത ഈ റേറ്റ് പാസ് ഓൺ ചെയ്താലേ നമുക്കൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നേട്ടമുള്ളൂ. അതുകൊണ്ട് ഇതിനെ ഒരു ഹഡിൽ റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഹഡിൽസ് നമുക്കറിയാമല്ലോ അല്ലേ, ബ്ലോക്കേഡാണ്. ക്ലിയർ? അതിൻ്റെ അപ്പുറം മറികടന്നാണ് സക്സസ് വരിക. അതുകൊണ്ട് ഇത് നമ്മൾ ഓവർകം ചെയ്യേണ്ട ഒരു റേറ്റ് എന്ന് പറയുന്നത് ഹഡിൽ റേറ്റ് എന്ന് പറയുന്നു, കട്ട് ഓഫ് റേറ്റ് നമ്മൾ പറയുന്നു. ക്ലിയർ? കാരണം പലപ്പോഴും നമ്മൾ ഈ ഒരു റേറ്റിനെ കമ്പയർ ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ വേണ്ടയോ, അതുപോലെ തന്നെ ടൈം വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ? അങ്ങനെ വരുന്നതുകൊണ്ട് അതുപോലെ മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയാം, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം, ഇങ്ങനെയൊക്കെ നമുക്കിതിനെ പല പേരിലും അറിയപ്പെടാം. ക്ലിയർ? അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത വരുന്ന മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ കൺസിഡർ ചെയ്യേണ്ടത്? എക്കണോമിക് ലൈഫ് ഓഫ് ദ പ്രോജക്റ്റ്. ക്ലിയർ? അപ്പോൾ ചില പ്രോജക്റ്റിന് 5 വർഷമായിരിക്കും എക്കണോമിക് ലൈഫ്, വേറൊരു പ്രോജക്റ്റിന് 25 ഇയേഴ്സ് ആയിരിക്കാം അല്ലേ, വേറൊരു പ്രോജക്റ്റിന് ചിലപ്പോൾ 50 ഇയേഴ്സ് ആയിരിക്കാം. അപ്പോൾ എക്കണോമിക് ലൈഫ് എത്രയാണ് നമ്മൾ കൺസിഡർ ചെയ്യണം. അവൈലബിൾ ഫണ്ട് അല്ലേ, നമ്മുടെ ഫണ്ട് എത്രയാണ്? ക്ലിയർ? ഒരു പ്രോജക്റ്റിന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അവൈലബിൾ ഫണ്ട് എത്ര അല്ലേ? 5 ലക്ഷം രൂപയാണോ, 10 ലക്ഷം രൂപയാണോ, അല്ലെങ്കിൽ 5 crore ആണോ, 50 കോടി രൂപയാണോ, അല്ലെങ്കിൽ 5000 കോടി രൂപ വേണോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നിട്ട് വേണം തീരുമാനം എടുക്കുക. ദെൻ റിസ്ക് ഓഫ് ഒബ്സലസൻസ് അല്ലേ, നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ടെക്നോളജി വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒബ്സലേറ്റ് ആയിട്ട് മാറുമോ അല്ലേ? പ്രത്യേകിച്ച് അല്ലേ നമുക്കറിയാം ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ടെക്നോളജി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? വളരെ പെട്ടെന്ന് ഒബ്സലേസൻസ് അല്ലെങ്കിൽ ഒബ്സലേറ്റ് ആയിട്ട് മാറും, ഔട്ട് ഓഫ് ഫാഷനായിട്ട് മാറും, ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറും. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ചാൻസസ് എന്താണ് അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി ക്ലിയർ നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു ഇല്ലുസ്ട്രേഷൻ പോലെ ഇവിടെ നമുക്ക് കൊടുത്തതാണ്. ക്ലിയർ? നമ്മൾ നേരത്തെ നോക്കിയിരിക്കുന്ന ഫോമാറ്റിൽ ക്യാഷ് ഇൻഫ്ലോ അസർട്ടൈൻ ചെയ്യുമ്പോൾ ക്ലിയർ എങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ നമുക്കൊരു പ്രോജക്റ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആനുവൽ സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത് 1 lakh രൂപയാണെന്ന് വിചാരിക്കുക. ക്ലിയർ? അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ക്ലിയർ എല്ലാ കോസ്റ്റും കൂടി ചേർത്തിട്ട് 60,000 രൂപയാണ്. ക്ലിയർ? ഇൻക്ലൂഡിങ് ഡിപ്രീസിയേഷൻ ഓഫ് റുപ്പീസ് 10,000, 10,000 രൂപ അതിൽ ഡിപ്രീസിയേഷൻ ആണെന്ന് വിചാരിക്കുക. ക്ലിയർ? ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 1 lakh റുപ്പീസിൻ്റെ സെയിൽസ് റവന്യൂ എഴുതി. ക്ലിയർ? ലെസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എഴുതിയത് 60,000. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും അല്ലേ, ഇൻകം ബിഫോർ ടാക്സ് കിട്ടി. ക്ലിയർ? 40,000 റുപ്പീസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിന് സേ ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സിൻ്റെ റേറ്റ് 50% വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ 50% നമ്മൾ ടാക്സ് കൊടുത്തു. അപ്പോൾ നമുക്ക് ടാക്സ് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ ഇതിനെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും. ക്ലിയർ? അത് 20,000 രൂപയാണെന്ന് കിട്ടി. ഇനി നമുക്കറിയാം
ക്യാഷ് ഇൻഫ്ലോസ് പറഞ്ഞെന്താ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പ്ലസ് ഡിപ്രീസിയേഷൻ ആണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ 10,000 രൂപയാണ് നേരത്തെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, 10,000 രൂപ നമ്മൾ വീണ്ടും ആഡ് ചെയ്യുന്നു, 20,000-നോടൊപ്പം ആഡ് ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടും, 30,000 രൂപ കിട്ടി. ക്ലിയർ. അപ്പോൾ ഈ 30,000 രൂപയാണ് എന്ത് പറയണത്, ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുക. ക്ലിയർ. സോ ക്യാഷ് ഇൻഫ്ലോ മീൻസ് അതിന് വേറെ എന്താ പേര് പറയുക, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ. ക്ലിയർ. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ ആണ് ക്യാഷ് ഇൻഫ്ലോ. ക്ലിയർ. നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ അർത്ഥം. ക്ലിയർ. ഇത് റവന്യൂ ഇൻക്രീസിങ് മോഡലിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻ ആണ്. ക്ലിയർ. അതുപോലെ തന്നെ കോസ്റ്റ് റിഡക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റ് റിഡക്ഷൻ മോഡലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, ക്ലിയർ, അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇല്ലുസ്ട്രേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ. സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രോജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരു മെഷീനറി വാങ്ങിക്കുന്നു. ആ ന്യൂ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ഫലമായി, ക്ലിയർ, എന്ത് സംഭവിക്കും, നമ്മുടെ നിലവിലുള്ള കോസ്റ്റ് സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നു എസ്റ്റിമേറ്റഡ് സേവിങ്സ് ഇൻ ഡയറക്റ്റ് വേജ്. 1,00,000 രൂപയുടെ ഡയറക്റ്റ് വേജ് സേവ് ചെയ്യാൻ പറ്റും. ക്ലിയർ. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുക, സേ ഫോർ എക്സാമ്പിൾ നമുക്ക് 5 എംപ്ലോയീസിൻ്റെ വേജ് സേവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. ക്ലിയർ. ഒരു വർഷം ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന 20,000 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് കിട്ടും, 20,000 × 5. അപ്പോൾ എന്തായി, 5 എംപ്ലോയി 20,000 രൂപ ഒരു വർഷത്തേക്ക് ഒരു എംപ്ലോയീസിന് വേജസ് കൊടുക്കണം. 5 എംപ്ലോയീസിൻ്റെ വർക്ക് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ 5 × 20,000, അപ്പോൾ 1,00,000 രൂപ കിട്ടി. ക്ലിയർ. ഇനി 10 എംപ്ലോയീസ് ആണെന്നെങ്കിലോ അത് 2,00,000 രൂപയായിട്ട് മാറും. ക്ലിയർ. അപ്പം ഇങ്ങനെ നമുക്കിത് നോക്കിയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എസ്റ്റിമേറ്റഡ് സേവിങ്സ് ഇൻ ഡയറക്റ്റ് വേജ്. അതുപോലെ എസ്റ്റിമേറ്റഡ് സേവിങ്സ് ഇൻ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് എഴുതാം. ക്ലിയർ. ഇവിടെ തന്നിട്ടില്ല. എസ്റ്റിമേറ്റഡ് സേവിങ്സ് ഇൻ സ്ക്രാപ്പ്. ഓക്കെ, സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ വേസ്റ്റേജ് ആണ്. ക്ലിയർ. അപ്പോൾ വേസ്റ്റേജിൽ വരുന്ന സേവിങ്സ്, ക്ലിയർ, അത് ഒഴിവാക്കാൻ പറ്റും അല്ലേ. അങ്ങനെ വരുന്ന 40,000 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 1,00,000 + 40,000, അപ്പോൾ 1,40,000. ഇതാണ് നമ്മുടെ നെറ്റ് സേവിങ്സ് എ എന്ന് പറയുന്നത്. ക്ലിയർ. ദെൻ നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യുന്നു, ബി പാർട്ട് എടുക്കുന്നു. ക്ലിയർ. അപ്പോൾ ആദ്യം നമ്മൾ എസ്റ്റിമേറ്റഡ് സേവിങ്സ് ആണ് എടുത്തത്, അടുത്ത ബി പാർട്ട് എടുത്തു, അഡീഷണൽ കോസ്റ്റ് എടുത്തു. അതിൽ അഡീഷണൽ കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് ഫോർ എക്സാമ്പിൾ അത് 20,000 രൂപയാണെന്ന് വിചാരിക്കുക. അഡീഷണൽ കോസ്റ്റ് ഓഫ് സൂപ്പർവിഷൻ 10,000 രൂപയാണെന്ന് വിചാരിക്കുക. അഡീഷണൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ക്ലിയർ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ 6,000 രൂപയാണെന്ന് വിചാരിക്കുക. അഡീഷണൽ ഡിപ്രീസിയേഷൻ 4,000 രൂപയാണെന്ന് വിചാരിക്കുക. എല്ലാം കൂടെ ചേർത്തപ്പോൾ 40,000 രൂപ കിട്ടി. ക്ലിയർ. ദെൻ നെറ്റ് സേവിങ്സ് ബിഫോർ ടാക്സ് നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, എ മൈനസ് ബി ചെയ്തു. ക്ലിയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1,40,000 - 40,000. ക്ലിയർ. ദാറ്റ് ഈസ് 1,00,000 രൂപ. ഓക്കെ. ദെൻ ലെസ് ഇൻകം ടാക്സ്, 50% ഇൻകം ടാക്സ്. അപ്പോൾ 50,000 രൂപ ടാക്സ് പോയി, ബാക്കി എത്രയുണ്ട്, 50,000 രൂപയുണ്ട്. ക്ലിയർ. ദിസ് ഈസ് കോൾഡ് ഡെറ്റ് സേവിങ്സ് ആഫ്റ്റർ ടാക്സ്. ഇതിനോടൊപ്പം എന്ത് ചെയ്യുന്നു, അഡീഷണൽ ഡിപ്രീസിയേഷൻ നേരത്തെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതിനെന്ത് ചെയ്തു, ആഡ് ബാക്ക് ചെയ്തു. ക്ലിയർ. ആഡ് ബാക്ക് ചെയ്തപ്പോൾ എന്ത് കിട്ടി, സോ വി ഹാവ് ഒബ്റ്റെയിൻ 54,000 ആസ് ദി, ക്ലിയർ, നെറ്റ് ക്യാഷ് ഇൻഫ്ലോ. ക്ലിയർ. അപ്പം ഇങ്ങനെ കോസ്റ്റ് റിഡക്ഷൻ മോഡലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ. അപ്പം ഇങ്ങനെയാണ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ വർക്കൗട്ട് ചെയ്യുക. എന്തിനാണ് ഈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ വർക്കൗട്ട് ചെയ്യുന്നത് അല്ലേ. സേ ഫോർ എക്സാമ്പിൾ ചില സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ എന്തുണ്ടാവില്ല, ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവില്ല. ക്ലിയർ. സേ ഫോർ എക്സാമ്പിൾ പറഞ്ഞോ, ഒരു മെഷീനറി വാങ്ങിക്കാൻ വേണ്ടി 1,00,000 രൂപയുടെ ഔട്ട്ഫ്ലോ വരുന്നുണ്ട്. ക്ലിയർ. ഓക്കെ. ദെൻ കുറേ ഇൻഫർമേഷൻ, സെയിൽസ്, അതുപോലെ തന്നെ കോസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടാവും. ക്ലിയർ. നമ്മുടെ അടുത്ത് പറഞ്ഞാൽ ഈ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ വർഷം അതിൻ്റെ എക്കണോമിക് ലൈഫ് 5 വർഷമാണെന്ന് വിചാരിക്കും. അപ്പോൾ 1ാമത്തെ വർഷം, 2ാമത്തെ വർഷം, 3ാമത്തെ വർഷം, 4ാമത്തെ വർഷം, 5ാമത്തെ വർഷം അല്ലേ, നമുക്ക് എത്ര റിട്ടേൺ കിട്ടുമെന്ന് നോക്കണം. അങ്ങനെ കിട്ടുമെന്ന് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ക്യാഷ് ഇൻഫ്ലോസ് അറ്റൈൻ ചെയ്യണം അല്ലേ. അതുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചു ക്യാഷ് ഇൻഫ്ലോസ് എങ്ങനെയാവാം, എല്ലാ വർഷവും ഒരേ എമൗണ്ട് കിട്ടുന്ന ഈക്വൽ ക്യാഷ് ഇൻഫ്ലോസ് ആവാം, അൺഈക്വൽ ക്യാഷ് ഇൻഫ്ലോസും ആവാം. അപ്പോൾ ഈക്വൽ ക്യാഷ് ഇൻഫ്ലോസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ. ഓരോ വർഷവും. ഇനി അൺഈക്വൽ ആണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിച്ച് ഓരോ വർഷത്തെയും പ്രോഫിറ്റ് കണ്ടുപിടിച്ച് ഡിപ്രീസിയേഷൻ എന്ത് ചെയ്താൽ മതി, ആഡ് ബാക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ വർഷത്തെ ക്യാഷ് ഇൻഫ്ലോസ് കിട്ടും. ഇങ്ങനെ ഇതൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ ഒന്നുകിൽ റവന്യൂ ഇൻക്രീസിങ് മോഡൽ അല്ലെങ്കിൽ കോസ്റ്റ് അല്ലേ റിഡക്ഷൻ മോഡൽ, ഈ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ഇൻഫ്ലോ, ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് അസർട്ടൈൻ ചെയ്യണം. ഒരു വർഷത്തേക്കോ 2 വർഷത്തേക്കോ അല്ലേ. ഇനി ഡിഫറെൻറ്റ് 2-3 മെഷീനറീസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കമ്പയർ ചെയ്യണമെങ്കിലും ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ അസർട്ടൈൻ ചെയ്യണം. ക്ലിയർ. അപ്പോൾ ഇനി തുടർന്ന് ഒരുപക്ഷെ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ടെക്നിക്സും മെത്തേഡ്സൊക്കെ പഠിക്കുമ്പോൾ, ക്ലിയർ, അവിടെ യൂസ് ചെയ്യുന്ന പല മെത്തേഡുകളും ഈ ക്യാഷ് ഇൻഫ്ലോസിനെ കമ്പയർ ചെയ്തിട്ടാണ് ചെയ്യുക. ക്ലിയർ. അതുകൊണ്ട് ഈ ക്യാഷ് ഇൻഫ്ലോസിൻ്റെ കാൽക്കുലേഷൻ എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ധാരണ ഉണ്ടായിരിക്കണം. ക്ലിയർ. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, ക്ലിയർ, അല്ലെങ്കിൽ നമ്മൾ അയച്ചു തരുന്ന സ്റ്റഡി മെറ്റീരിയലൊക്കെ ചിലപ്പോൾ എന്തുണ്ടാവാം, ക്യാഷ് ഇൻഫ്ലോസിനെ സംബന്ധിക്കുന്ന അല്ലെ അതിൻ്റെ എസ്റ്റിമേഷനെ സംബന്ധിക്കുന്ന ഇല്ലുസ്ട്രേഷൻസ് ഉണ്ടാവാം.
അപ്പോൾ അങ്ങനെയുള്ള ഇല്ലുസ്ട്രേഷൻ എന്ത് ചെയ്യുക, എടുത്ത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ക്ലിയർ? എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റവന്യൂ ഇൻക്രീസിങ് മോഡലാണോ, കോസ്റ്റ് റിഡക്ഷൻ മോഡലാണോ, ഓരോന്നിലും എങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നിങ്ങളെടുത്ത് പ്രോബ്ലം ചെയ്ത് നോക്കുക. അഥവാ എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ, കാൽക്കുലേഷനെ സംബന്ധിച്ച് ഡൗട്ട് വരികയാണെങ്കിൽ ക്ലിയർ, യു ക്യാൻ കോൺടാക്റ്റ് മീ. ഓർ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ എന്ത് ചെയ്യുക, ഒരു കുറി ഇടുക, സോ ദാറ്റ് വി ക്യാൻ ഡിസ്കസ് ക്ലിയർ ഇൻ ദ ഗ്രൂപ്പ്. ഓക്കെ.